ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും എൻ്റെ CHANDRI'S ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അതിലാദ്യം നമ്മൾ പഠിക്കുന്നത് എക്സ്റ്റേണൽ പോർട്സ്. Number of connectors are provided at the back panel of the computer case. These connectors are called external ports because these can be accessed from outside the computer case. There are different number of connections available. നമ്മളിപ്പോൾ പഠിക്കുന്നത് എന്താണ്? കമ്പ്യൂട്ടർ കേസിൻ്റെ ബാക്കിലുള്ള എക്സ്റ്റേണൽ പോർട്സും കുറേ കണക്ഷൻസ്, ആ കണക്ഷൻസിനെ പറയുന്ന പേരാണ് എക്സ്റ്റേണൽ പോർട്സ്. മനസ്സിലായോ? അത് ഇറ്റ് ക്യാൻ ബി ആക്സസ് ഫ്രം ഔട്ട്സൈഡ് ദ കമ്പ്യൂട്ടർ കേസ്. ദർ ആർ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് കണക്ഷൻസ് അവൈലബിൾ. ആദ്യം നമ്മൾ പഠിക്കുന്നത് എന്താണ്? VGA or DVI കണക്ടർ. ദിസ് അലൗസ് ടു കണക്ട് എ മോണിറ്റർ ഓർ എനി അതർ ഡിസ്പ്ലേ ഡിവൈസ്. ആദ്യം നമ്മൾ പഠിച്ചത് എന്താണ്? VGA അല്ലെങ്കിൽ DVI കണക്ടർ. അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? മോണിറ്റർ, നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിനെ സി പി യുയിലേക്ക് കണക്ട് ചെയ്യുക, കമ്പ്യൂട്ടർ കേസിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ഒരു കണക്ടറാണ് ഇത്. മനസ്സിലായോ? ചിത്രം തന്നിട്ടുണ്ട്, മനസ്സിലാക്കി വെക്കുക. ഈതർനെറ്റ് പോർട്ട്, ഇറ്റ് അലൗസ് ടു കണക്ട് ടു ദ നെറ്റ്വർക്ക്. കണ്ടോ, ഈതർനെറ്റ് പോർട്ട് കണക്ട് ചെയ്താണ് ഇവിടെ. ഇതാണ് ഈതർനെറ്റ് പോർട്ടിൻ്റെ സെക്ഷൻ. ഈതർനെറ്റ് പോർട്ടിൻ്റെ സെക്ഷനാണിത്. അത് ഇറ്റ് അലൗസ് ടു കണക്ട് ടു ദ നെറ്റ്വർക്ക്. ആ ഈതർനെറ്റ് പോർട്ടിലേക്ക് കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? നെറ്റ്വർക്ക് കണക്ഷൻ ശരിയായിട്ട് വർക്ക് ചെയ്യുള്ളൂ. HDMI allows you to connect to high definition display or TV. ഇപ്പോൾ TVനോടൊക്കെ കണക്ട് ചെയ്യണമെങ്കിൽ നമ്മളത് യൂസ് ചെയ്യണം. അടുത്ത SATA, ഇത് കണ്ടോ, HDMI പോർട്ടാണത്. പിന്നെ SATA allows you to connect to external SATA hard drive to your computer. external SATA hard drive to your computer. SATയുടെ കണക്ടറാണിത്. അടുത്ത USB പോർട്ടാണ്, എ കോമൺ കണക്ടർ ഫോർ എക്സ്റ്റേണൽ ഡിവൈസസ്. ഇതാണ് USB പോർട്ട്. ഇനി എക്സ്പാൻഷൻ ബസ് ടൈപ്സ് ആൻഡ് സ്ലോട്ട്സ്. അതിലാദ്യം ദ ബസ് സിസ്റ്റം, ബസ് ആൻഡ് എക്സ്പാൻഷൻ ബസ് ആർ interchangeable. A bus refers to either a system bus or to a expansion bus. Bus architecture are purpose of PCI. PCI is plug and play, which means newly installed devices can be detected and configured automatically. ഒരു പ്ലഗ് ആൻഡ് പ്ലേ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ പുതിയതായിട്ട് ഏതെങ്കിലും ഒരു ഡിവൈസ് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡിറ്റക്റ്റ് ചെയ്യും, കോൺഫിഗർ ചെയ്യും. എല്ലാം ഓട്ടോമാറ്റിക് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളതിനെ പ്ലഗ് ആൻഡ് പ്ലേ എന്ന് പറയുന്നത്. PCI ബേസ് ആർ മോസ്റ്റ് കോമൺലി യൂസ്ഡ് for devices like sound cards, modem, network card and storage device controllers. PCI, peripheral component interconnect. PCI slots are white in color. എന്താ നമ്മൾ പറയുന്നത്? PCI slots എന്താണ്? White in color. It supports 32-bit, 64-bit input-output bus, providing compatibility with both 486 and Pentium machines. Mini PCI. It is usually used in laptop to add internal cards like wireless cards to laptops. Micro ATX systems also have mini PCI slot. It has 100 to 124 pins. Mini PCI used to add internal cards like wireless card to laptop. PCI peripheral component interconnect express. PCIe എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺലി യൂസ് ഫോർ വീഡിയോ കാർഡ്സ് ആണ്. അതിൻ്റെ എക്സ്പാൻഷൻ എന്താണ്? പെരിഫറൽ കമ്പോണൻറ്റ് ഇൻ്റർകണക്ട് എക്സ്പ്രസ് ആണ്. PCI Express, PCIe is a next generation input output bus architecture. Each PCIe slot links to a switch which prioritizes and routes data through a point-to-point dedicated connection and provides serial full duplex method of transmission. It provides transmission at a rate of 2.5 gigabits per second. It also provides multiple transmission. It offers high quality service. We have both PCI and PCIe in the same system. PCI bus are commonly used for video cards in modern computer system. PCIe, AGP, accelerated graphics port. It is similar to PCI. It is designed for graphics support. It is commonly used for video cards.
The motherboards that support AGP have single AGP slot. It is brown in color. AGP എന്താണ്? Used for graphic support ആണ്. അടുത്തത് AMR. Audio model riser. Usually AMR card provides sound. It is also called daughter card. It is used to add additional cards. AMR. They are daughter cards. Its main purpose is to add additional cards. AMR slot ആണ്. അഡീഷണൽ ആയിട്ട് കാർഡുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്ലോട്ടാണ് AMR സ്ലോട്ട്. അതിൻ്റെ മറ്റൊരു പേര് ഡോട്ടർ കാർഡും കൂടിയാണ്. CNR. Communication Network Riser. It allows for inserting networking, wireless communication, sound or modem functions. CNR. It allows for inserting networking, wireless communication, sound or modern functions. അടുത്ത എന്താ? ATA drive interface cards. This interface is used to connect disk drives to PC called ID, Integrated Drive Electronics. The official name is ATA, which is Advanced Technology Attachment. They include Parallel Advanced Technology Attachment and Serial Advanced Technology Attachment. അതിൻ്റെ പേരാണ് പാറ്റ ആൻഡ് സാറ്റ. കണ്ടോ ഇവിടെ കാണിച്ചിരിക്കുന്നത് പാറ്റ സാറ്റ. ലെസ് ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് ആണ് പാറ്റയ്ക്കുള്ളത്. എന്നാൽ സാറ്റയ്ക്ക് ഇൻക്രീസ് ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് കമ്പയർഡ് ടു പാറ്റ. വിത്ത് 16-bit parallel data bus signal and crosstalk become a problem. This problem can be resolved by serial architecture. The cabling used for serial advanced technology attachment was less complex compared to parallel advanced technology and attachment. എന്നാൽ പാറ്റയിൽ എങ്ങനെയാണ്? 40-pin cable is required for PATA connection. എന്നാൽ സാറ്റയിൽ 7-pin cable is required for SATA connection. Maximum length is 18 inches in PATA, meter or more for SATA cable. In PATA, physically not small, hence not much flexible compared to SATA. Whereas SATA is physically smaller, hence more flexible and allows more storage device to be installed in the same location. SATA 1. It is the first generation SATA interface running 1.5 gigabits per second. The bandwidth and throughput supported by the interface is up to 150 megabits per second. Whereas in SATA 2, it is second generation SATA interface running 3.0 gigabits per second. It supports bandwidth and throughput up to 300 megabits per second and cable length of 1 meter. അതുപോലെ SATA 3 ഉണ്ട്. It is a third generation SATA interface running 6.0 gigabits per second. It supports bandwidth and throughput of up to 600 megabits per second and cable length up to 1 meter. eSATA. It is external SATA, uses more robust connectors and supports cable length up to 2 meters. mSATA. This stands for Mini SATA. It was introduced in 2009. It is used in notebook അല്ല നെറ്റ്ബുക്സിൽ. SATA Express. It is a combination of SATA software, infrastructure and PCI Express and deliver high-speed storage solutions and is more cost-effective. Advanced Technology Attachment ആണ് SATA എന്ന് പറയുന്നത്. SATA Serial Advanced Technology Attachment. Different categories of SATA. SATA 1, SATA 2, SATA 3, eSATA, mSATA. കണ്ടോ ഇതിൻ്റെയൊക്കെ ചിത്രങ്ങളാണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. SATA എക്സ്പ്രസ്. SATA എക്സ്പ്രസിൻ്റെ ചിത്രം കണ്ടോ? പാറ്റ പാരലൽ അഡ്വാൻസ് ടെക്നോളജി അറ്റാച്ച്മെൻ്റ് ആണ് പാറ്റ. ഓക്കെ, എല്ലാവർക്കും ഇത് ഉപയോഗപ്രദമായി എന്നെനിക്ക് തോന്നുന്നു. അത്യാവശ്യം ചില ബേസിക്കായുള്ള അറിവുകൾ, കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള അറിവുകൾ നിങ്ങൾക്ക് പകരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഒരു ചാനലാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.